നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്പിൽ വൻ വ്യാജരേഖ മാഫിയ പിടിയിലായി. സ്പെയിനിലെ ലബോറട്ടറി ഫ്രഞ്ച് സ്പാനിഷ് പോലീസ് പൂട്ടിക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരും ക്രിമിനലുകളുമാണ് വലയിൽപ്പെട്ടത്. ഇതോടൊപ്പം ജർമ്മൻ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയകൾക്കെതിരെയും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ആകെ ഞെട്ടിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചിരുന്ന വൻ വ്യാജരേഖ നിർമ്മാണ കേന്ദ്രമാണ് സ്പാനിഷ് ഫ്രഞ്ച് സംയുക്ത പോലീസ് സംഘം തകർത്തത്. സ്പാനിഷ് നാഷണൽ പോലീസിന്റെയും യൂറോപോളിന്റെയും സഹായത്തോടെ ഫ്രഞ്ച് പോലീസ് സ്പെയിനിലെ അലിക്കാന്റിൽ നടത്തിയ അതീവ രഹസ്യ റെയ്ഡിലാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ പ്രവർത്തിച്ചിരുന്ന വ്യാജരേഖാ ലബോറട്ടറി പൂട്ടിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 27 നടന്ന മിന്നൽ ഓപ്പറേഷനിൽ സംഘത്തിലെ ഒരു പ്രധാനി അറസ്റ്റിലായിട്ടുണ്ട്. യൂറോപ്പിൽ ഉടനീളമുള്ള അനധികൃത കുടിയേറ്റക്കാരെയും അന്താരാഷ്ട്ര ക്രിമിനലുകളെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ സംഘത്തിന്റെ പ്രവർത്തനം. റെയ്ഡിൽ പിടിച്ചെടുത്തത് വൻ ശേഖരമാണ്. വ്യാജ പേരിൽ വാടകയ്ക്കെടുത്ത ഒരു ആഡംബര അപ്പാർട്ട്മെന്റിലായിരുന്നു ഈ വ്യാജരേഖ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ 800ഓളം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ, അതായത് ID കാർഡുകളും പാസ്പോർട്ടുകളും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം വ്യാജരേഖകൾ അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഡിജിറ്റൽ പ്രിന്ററുകളും ലേസർ ഉപകരണങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കള്ളക്കടത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു വാഹനവും 2000ഓളം യൂറോയുടെ കറൻസികളും നിരവധി ഡിജിറ്റൽ ഡിവൈസുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഓൺലൈൻ വഴി ഹോം ഡെലിവറിയായി ഉപയോക്താക്കൾ യൂറോപ്പിലാകെ ഇത് വിറ്റഴിക്കുകയായിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ പരസ്യമായി വാഗ്ദാനം ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന്റെ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഫ്രഞ്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇവരുടെ പ്രവർത്തന രീതിയെപ്പറ്റി പറഞ്ഞാൽ ഡാർക്ക് വെബും പ്രത്യേക ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളും ഉപയോഗിച്ചായിരുന്നു ഇവരുടെ കച്ചവടം. ഓർഡർ നൽകുന്നവർക്ക് ഡിജിറ്റൽ ഫോർമാറ്റിലും, അതായത് PDF അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി, യഥാർത്ഥ രേഖകളെ വെല്ലുന്ന ഫിസിക്കൽ ഫോർമാറ്റിലും രേഖകൾ തപാലിൽ എത്തിച്ചു നൽകിയിരുന്നു. യൂറോപ്പിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കുറ്റവാളി ശൃംഖലയാണ് ഇതിന് പിന്നിലെന്നാണ് യൂറോപോൾ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ജർമ്മൻ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. സ്പെയിനിലെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിലെ വ്യാജരേഖ വിപണിയെക്കുറിച്ചും, അതായത് ഫേക്ക് ജർമ്മൻ സർട്ടിഫിക്കറ്റ്സ്, ഇതിനെപ്പറ്റി ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം ഞങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും വീണ്ടും ജർമ്മൻ ഗവൺമെന്റിന്റെ അന്വേഷണം തകൃതിയായി നടക്കുകയാണ്. യൂറോപ്പിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെയും നിലവിൽ ജർമ്മനിയിലുള്ള വിദേശികളെയും ലക്ഷ്യമിട്ട് ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ, അതായത് ഗോയിത്തെ ഹെൽക്ക് A1 B1 B2 സർട്ടിഫിക്കറ്റുകൾ, വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകൾ, യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന നിരവധി സംഘങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും ടെലഗ്രാം വഴിയും സജീവമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ SN ലക്ഷ്യമാക്കിയാണ്, SN കേന്ദ്രമാക്കിയാണ് ജർമ്മനിയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, സ്റ്റുട്ട്ഗാർട്ട് ബേസ് ചെയ്തും ഫ്രാങ്ക്ഫർട്ട് ബേസ് ചെയ്തും ഇത്തരക്കാർ കൂടുതലായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ മലയാളികളും കണ്ണികളാണ്. മലയാളികളാണ് ഇവരുടെയൊക്കെ ഏജന്റ്. SNൽ പ്രവർത്തിക്കുന്നത് ശ്രീലങ്കയിൽ നിന്നും ജർമ്മനിയിലേക്ക് കുടിയേറിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ വർഷങ്ങളായി ഇവിടെ ഇരുന്ന് വ്യാജ ജർമ്മൻ സർട്ടിഫിക്കറ്റുകൾ വിൽക്കുന്നതായും പ്രചാരമുണ്ട്. അതീവ രഹസ്യമാണെങ്കിലും ഇതൊക്കെ തന്നെ ഇപ്പോൾ പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. A1 മുതൽ B2 വരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇയാൾ ചമച്ച് നൽകുന്നത്. ഇതിന് 1500 യൂറോ മുതൽ 3000 അല്ലെങ്കിൽ 4000 വരെ നൽകിയ മലയാളികളും ജർമ്മനിയിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ജർമ്മൻ പോലീസ് ഇതിന് ശക്തമായ അന്വേഷണങ്ങളാണ് നടത്തി വരുന്നത്. ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി ജർമ്മനിയിൽ വിലസുന്ന മലയാളികൾ ഒന്ന് ഓർത്താൽ നല്ലത്. കാരണം പിടിക്കപ്പെട്ടാൽ ഡീപോർട്ടേഷൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജർമ്മൻ പൗരത്വം നേടാൻ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാൽ എല്ലാം തരിപ്പണമാകും എന്നുകൂടി ഓർക്കുക. ജർമ്മനിയിലെ ജീവിതം തന്നെ മതിയാക്കേണ്ടി വരും. കനത്ത പണിയാണ് ഇവർക്കൊക്കെ കിട്ടാൻ പോകുന്നത്. യൂറോപ്പിൽ കർശനമായ ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ നിലവിലുള്ളതിനാൽ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഉപയോഗിക്കുന്ന ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടി വിസ നേടാനോ ജോലിയിൽ പ്രവേശിക്കാനോ ശ്രമിക്കുന്നത് കടുത്ത ക്രിമിനൽ കുറ്റമാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ വ്യാജരേഖകൾ ചമയ്ക്കുന്നതും, അതായത് ഉവർക്കുണ്ടൻ ഫേൽഷും അത് ഉപയോഗിക്കുന്നതും വൻതുക പിഴയ്ക്കും നാടുകടത്തലിനും ജയിൽ ശിക്ഷയ്ക്കും കാരണമാകുമെന്നുകൂടി ഞങ്ങൾ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുകയാണ്. അനധികൃതമായി യൂറോപ്പിലേക്ക് വരാൻ ശ്രമിക്കുന്നവരും ജോലി തിരയുന്നവരും ഇത്തരം ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ പരസ്യങ്ങളിൽ വീണു പോകരുതെന്നും ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രം രേഖകൾ സമർപ്പിക്കണമെന്നും യൂറോപ്യൻ പോലീസും, അതായത് യൂറോപ്പ് പോലീസും ജർമ്മൻ അധികൃതരും സുരക്ഷാ ഏജൻസികളും തന്നെ പ്രവാസികൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി വിസയിൽ
എത്തിയിട്ടുള്ളവരും അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് വിസയിൽ എത്തിയിട്ടുള്ളവരും അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ എത്തിയിട്ടുള്ളവരും ഒക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഭാഷ പഠിക്കാതെ ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ, വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി പല കാര്യങ്ങളും നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പാരയാകും എന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ജർമ്മനിയിൽ കെയർ രംഗത്ത് പുതിയ വെട്ടിച്ചുരുക്കൽ വരുന്നു. വീടുകളിൽ രോഗികളെ പരിചരിക്കുന്നവർക്ക് പെൻഷൻ തുക കുറയ്ക്കാനാണ് സർക്കാർ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ജർമ്മനിയിലെ കെയർ മേഖലയെയും പ്രവാസി കുടുംബങ്ങളെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ഭരണകക്ഷിയായ CDUവിന്റെ പുതിയ സാമ്പത്തിക വെട്ടിച്ചുരുക്കൽ പദ്ധതി. സ്വന്തം വീടുകളിൽ വെച്ച് പ്രായമായ മാതാപിതാക്കളെയോ രോഗികളെയോ ബന്ധുക്കളെയോ പരിചരിക്കുന്നവരുടെ ഭാവിയിലെ പെൻഷൻ ആനുകൂല്യങ്ങളിൽ വൻ കുറവ് വരുത്താനാണ് പുതിയ നിർദ്ദേശം വ്യവസ്ഥ ചെയ്യുന്നത്. ഇക്കോണമി മന്ത്രി നീന വാർക്കൻ മുന്നോട്ട് വെച്ച പുതിയ കെയർ പരിഷ്കരണ നയത്തിലാണ് ഈ വിവാദ നിർദ്ദേശം അടങ്ങിയിരിക്കുന്നത്. നിർദ്ദേശത്തിലെ പ്രധാന വിവരങ്ങൾ നോക്കിയാൽ പെൻഷൻ തുക പതുക്കെയേ കൂടൂ. നിലവിലെ നിയമപ്രകാരം ഒരാൾ ജോലിക്ക് പോകാതെ സ്വന്തം വീട്ടിലുള്ള രോഗിയെ പരിചരിക്കുകയാണെങ്കിൽ അവർക്ക് സർക്കാർ പെൻഷൻ ഫണ്ടിലേക്ക് പ്രത്യേക പോയിന്റുകൾ ലഭിക്കാറുണ്ട്. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം ഈ പെൻഷൻ അവകാശങ്ങളുടെ വളർച്ചാ നിരക്ക് കുത്തനെ കുറയ്ക്കും. അതായത് ഭാവിയിൽ ഇവർക്ക് ലഭിക്കുന്ന പ്രതിമാസ പെൻഷൻ തുകയിൽ വലിയ കുറവുണ്ടാകും. ജർമ്മനിയിലെ കെയർ ഇൻഷുറൻസ് ഫണ്ടുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ ഫണ്ടുകളിലെ ബാധ്യത കുറയ്ക്കാനും ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിക്കുന്നത് തടയാനുമുള്ള ഇത്തരമൊരു കടുത്ത വെട്ടിച്ചുരുക്കലിനാണ് സർക്കാർ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇതുകൊണ്ട് പ്രതിസന്ധിയിലാകുന്നത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ്. ജർമ്മനിയിലെ കെയർ സിസ്റ്റം തകരാതെ മുന്നോട്ട് പോകുന്നത് ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കെയർ ഹോമുകളിൽ വിടാതെ വീടുകളിൽ തന്നെ ചെലവ് സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. കെയർ ഹോമുകളിലെ കനത്ത ചെലവ് ഒഴിവാക്കാൻ ജോലി പോലും ഉപേക്ഷിച്ച് മാതാപിതാക്കളെ നോക്കുന്ന ഒട്ടനവധി ആളുകൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ജർമ്മനിയിലുണ്ട്. കരിയർ, കുടുംബം, പരിചരണം എന്നീ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ കുട്ടികൾക്കും ഇത് വിനാശകരമായ ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ബന്ധുക്കളെ പരിപാലിക്കുന്നതിൽ വാർദ്ധക്യത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടരുത്. കുടുംബ പരിചരണം നൽകുന്നവർ ഇല്ലെങ്കിൽ ഈ സംവിധാനം തകരും. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ പദ്ധതിക്കെതിരെ വിമർശനമാണ് ഉയരുന്നത്. ദീർഘകാല പരിചരണ ആവശ്യങ്ങളും നഴ്സിംഗ് ഹോമുകൾ, ദീർഘകാലം ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, പുതിയതും വ്യാപകവുമായ പരിഷ്കരണം ഇൻഷുർ ചെയ്തിട്ടുള്ള ദശലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ഗുരുതരമായ വെട്ടിക്കുറവുകൾ തന്നെ നേരിടേണ്ടി വരും. അതേസമയം ഗാർഹിക പരിചരണത്തിന് കൂടുതൽ പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾ ഇല്ലാത്ത വ്യക്തികൾ, ഉയർന്ന വരുമാനക്കാർ, നഴ്സിംഗ് ഹോം താമസക്കാർ എന്നിവർക്കിത് കൂടുതൽ ചെലവേറിയതായി തീരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ രാഷ്ട്രീയ നീക്കത്തിനെതിരെ ജർമ്മനിയിൽ ഇതിനകം കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. വിദേശ തൊഴിലാളികളെയും ഹോം കെയർ ജീവനക്കാരെയും ആശ്രയിക്കുന്ന ജർമ്മനിയിൽ ഈ നിയമം നടപ്പിലാക്കിയാൽ ഇത് കെയർ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഫ്രാങ്ക്ഫർട്ടിൽ ലുഫ്താൻസയുടെ അത്യാധുനിക ബോയിംഗ് വിമാനത്തിന് സംഭവിച്ച അപ്രതീക്ഷിത അപകടത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് അടുത്തത്. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഞെട്ടിക്കുന്ന അപകടമാണ് ഉണ്ടായത്. ലുഫ്താൻസയുടെ പുത്തൻ ബോയിംഗ് വിമാനം ഗേറ്റിൽ വെച്ച് തകർന്നു വീണു. ജീവനക്കാർക്ക് പരിക്കുമേറ്റു. വൻ ദുരന്തമാണ് ഒഴിവായത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റൺവേയെ ഭീതിയിലാഴ്ത്തി ലുഫ്താൻസ വിമാനത്തിന്റെ മുൻ ചക്രങ്ങൾ തകർന്നു വീണു. യാത്രക്കാരെ കയറ്റാൻ തൊട്ടു മുൻപായി ഗേറ്റിൽ നിർത്തിയിട്ടിരുന്ന ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ മുൻവശത്തെ ലാൻഡിംഗ് ഗിയറാണ് പെട്ടെന്ന് തകർന്നത്. ഇതോടെ വിമാനത്തിന്റെ കോക്പിറ്റ് ഉൾപ്പെടെയുള്ള മുൻഭാഗം വലിയ ശബ്ദത്തോടെ റൺവേയിലേക്ക് ഇടിച്ചു വീഴുകയായിരുന്നു. യാത്രക്കാർ ബോർഡിങ്ങിന് തൊട്ടു മുൻപ് വൻ ദുരന്തമാണ് ഒഴിവായത്. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന വിമാനമാണ് തകർന്നു വീണത്. യാത്രക്കാർ വിമാനത്തിലേക്ക് കയറാനുള്ള ഫ്ലൈറ്റ് ബ്രിഡ്ജ് വിമാനവുമായി ഘടിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഭാഗ്യവശാൽ ഈ സമയത്ത് യാത്രക്കാരെ വിമാനത്തിനുള്ളിലേക്ക് കയറ്റി തുടങ്ങിയിരുന്നില്ല. ബോർഡിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് അപകടം നടന്നതുകൊണ്ട് മാത്രമാണ് നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അപകടം നടക്കുന്ന സമയത്ത് വിമാനത്തിനുള്ളിൽ ലുഫ്താൻസയിലെ ക്രൂ അംഗങ്ങളും എയർപോർട്ടിലെ ഗ്രൗണ്ട് ജീവനക്കാരും ഉണ്ടായിരുന്നു. വിമാനം പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞു വീണതിനെ തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന 13-ലധികം ജീവനക്കാർക്ക് പരിക്കേറ്റു. ഇവരെ എയർപോർട്ട് മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഹെർണെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിമാനം 2025 നിർമ്മിച്ച് ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രം ലുഫ്താൻസ സർവീസിനായി നിരത്തിലിറക്കിയത് തികച്ചും ഒരു പുത്തൻ വിമാനമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉണ്ടായ ഈ കടുത്ത വീഴ്ച അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. അതേസമയം സംഭവത്തെപ്പറ്റി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 440 യാത്രക്കാരെ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഭീമൻ വിമാനം. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകൾ നിർമ്മിക്കുന്നത് സഫ്രാൻ ലാൻഡിംഗ് സിസ്റ്റംസ് എന്ന കമ്പനിയാണ്. സാങ്കേതിക തകരാറാണോ അതോ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ
വീഴ്ചയാണോ അപകടത്തിന് കാരണമെന്ന് വ്യക്തമല്ല. വിമാനത്താവളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ലുഫ്താൻസയുടെ സാങ്കേതിക വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആഗോള സാങ്കേതിക വിദ്യാരംഗത്ത് ജർമ്മനിയുടെ ആധിപത്യത്തിന് പുതിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവന്നു. ജർമ്മൻ കമ്പനികൾ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക പേറ്റന്റുകളിൽ വലിയൊരു പങ്ക് വിദേശ കമ്പനികൾ കോർപ്പറേറ്റ് ഏറ്റെടുക്കുന്നതിലൂടെ ഓഹരി വാങ്ങലിലൂടെയും സ്വന്തമാക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത്. ബർട്ടൽസ്മാൻ ഫൗണ്ടേഷനാണ് ഇത് പുറത്തുവിട്ടത്. 29% പേറ്റന്റുകളും വിദേശത്തേക്ക് പോവുകയാണ്. 2000 ആരംഭിച്ചതും 2022 വരെയുള്ളതുമായ കാലയളവിൽ ജർമ്മൻ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ച 1,89,000 ആഗോള പേറ്റന്റുകളിൽ ഏകദേശം 29% നിലവിൽ നിയന്ത്രിക്കുന്നത് വിദേശത്തുള്ള കമ്പനികളാണ്. അമേരിക്കയും ചൈനയും മുന്നിൽ നിൽക്കുമ്പോൾ ജർമ്മനിയിൽ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം പേറ്റന്റുകളിൽ ഭൂരിഭാഗവും നിലവിൽ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ്. എന്നാൽ ഈ മേഖലയിൽ ജർമ്മനിക്ക് കടുത്ത ഭീഷണി ഉയർത്തിക്കൊണ്ട് ചൈനയും തൊട്ടു പിന്നാലെ മുൻനിര ഗ്രൂപ്പിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ജർമ്മനിയിലെ പ്രമുഖ കമ്പനികളുടെ ഗവേഷണങ്ങൾ വിദേശത്തേക്ക് ചോരുന്നത് ഭാവിയിൽ ഇവിടുത്തെ നിർമ്മാണ മേഖലയെയും IT എഞ്ചിനീയറിംഗ് രംഗത്തെ പ്രവാസി ഉദ്യോഗാർത്ഥികളുടെ പുതിയ തൊഴിലവസരങ്ങളെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ആഗോള കോടീശ്വരന്മാരുടെ പട്ടികയിൽ ജർമ്മനിക്ക് 3-ാം സ്ഥാനം. രാജ്യത്തെ ലക്ഷപ്രഭുക്കളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. സമ്പന്നതയിൽ അമേരിക്കയും ജപ്പാനുമാണ് മുന്നിൽ. വിപണിയിലെ കടുത്ത വിലക്കയറ്റം കുറഞ്ഞതും ഓഹരി വിപണി മികച്ച രീതിയിൽ തിരിച്ചുപിടിച്ചതുമാണ് ജർമ്മനിയിലെ സമ്പന്നരുടെ എണ്ണം കുത്തനെ ഉയരാൻ കാരണം. യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത് ജർമ്മനിയിലാണ്. റിപ്പോർട്ട് പ്രകാരം സ്വന്തമായി കുറഞ്ഞത് $1 മില്യൺ അതിൽ കൂടുതലോ നിക്ഷേപയോഗ്യമായ ആസ്തിയുള്ളവർ ഈ പട്ടികയിലുള്ളത്. ജർമ്മനിയിലെ ലക്ഷപ്രഭുക്കളുടെ എണ്ണം കഴിഞ്ഞ വർഷം 11.1% വർദ്ധിച്ച് 17.8% ഉയർന്നു. ഇവരുടെ ആകെ സ്വത്ത് $7.1 ട്രില്യൺ തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിൽ ദാരിദ്ര്യ നിരക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ പിന്നാലെയാണ് രാജ്യത്തെ സമ്പന്നരുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. ജർമ്മനിയിൽ ഫയർഫോഴ്സ് കായിക മാമാങ്കത്തിനിടെ ദുരന്തമുണ്ടായി. അതികഠിനമായ മത്സരത്തിനിടെ അഗ്നിശമന സേനാംഗം കുഴഞ്ഞു വീണു മരിച്ചു. ജർമ്മനിയിലെ ഹാനോവർ നഗരത്തിൽ നടക്കുന്ന ലോക പ്രശസ്തമായ ഇന്റർഷൂട്ട്സ് ഫയർഫോഴ്സ് അന്താരാഷ്ട്ര എക്സിബിഷനിലിടെയാണ് ദാരുണ അപകടമുണ്ടായത്. ഒരു പ്രൊഫഷണൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മേളയുടെ ഭാഗമായി നടന്ന കഠിനമായ കായിക മത്സരത്തിനിടെ കുഴഞ്ഞു വീണ് ഇദ്ദേഹം ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നത്. വ്യാഴാഴ്ച നടന്ന ഇന്റർഫൈറ്റ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനിടെയാണ് സംഭവം. ലോകമെമ്പാടുമുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ എത്തുന്ന വലിയൊരു കായിക വേദിയാണിത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് മരണപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ന്യൂസിലാൻഡ് സ്വദേശിയാണെന്നും നിലവിൽ ബഹ്റിനിലാണ് താമസിച്ചിരുന്നതുമാണ് റിപ്പോർട്ടുകൾ. പരേതന്റെ കുടുംബത്തിന്റെ സ്വകാര്യത കണക്കിലെടുത്ത് വ്യക്തിപരമായ മറ്റു വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.